മച്ചാനെ ഫ്രീക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണേണ് നമ്മൾ പറഞ്ഞ ഹൈലൈറ്റിലോട്ട് ഗൈസ്. നമ്മുടെ ഒരു 2 കമ്പനിക്കാർ ഇവിടെ റെഡി ആയിട്ട് സൈഡിൽ ശ്മശാനം കണ്ട ലംബിച്ച മൂഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണതാണ് ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ ഒരു ചങ്കിരോട് കയറ്റിയിട്ട് അടുത്ത സ്റ്റോപ്പിലൊക്കെ കയറി അവിടെ നിന്ന് നേരെ ബ്ലൂ ഗ്രോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെ നൈസിന് ബോട്ടൊക്കെ നിർമ്മിച്ചെടുത്തിട്ട് ഫിൽ ഫ്ലാ. Introduce you to one of the most famous guy from Ottapalam East, Rinos, the man. നമ്മുടെ ചങ്കണ്ട ദേവന്നോൻ എന്തല്ല മച്ച ഐ മിസ് യുടാ. ഇതാണ് നമ്മുടെ ചങ്ക് റിനോ. മിക്കവാറും ഇവന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റക്ക്. അപ്പൊ ഏതും വിടാൻ നോക്കിട്ട് പറയാം. ഇൻഫ്ലേറ്റബിൾ കയാക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചാടാൻ പോണ. ഇത് എത്ര നാളത്തെ ഡ്രീമാണോ? അതെ, ഇതിപ്പോ ഇവിടെ 3 കൊല്ലത്തോളം ഏകദേശം ഇവിടെ വന്ന് കിടക്കണം. പക്ഷേ ഇത് എപ്പ ഈ ഐലൻഡ് കണ്ടാലും നമുക്ക് അപ്പൊ അവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് എത്ര നാളായി വെച്ചാണ്. ഇപ്പോഴാണ് നമ്മള് ചെയ്യാൻ പോണത്. മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നത്, കാരണം അറിയില്ല, ചിലപ്പോ എന്താ മൂടെന്ന് നോക്കാല്ലേ. അപ്പൊ അവിടെ പോയിട്ട് ഇവിടെ ആരും പോയിട്ടില്ല കേട്ടോ. ശരിക്കും അത് ഒരു ഇല്ലീഗൽ പരിപാടിയാണ്. പക്ഷെ നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. ആരും പോയിട്ടില്ല, ഫസ്റ്റ് ടൈം നമ്മളാ ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പൊ വേറെ മൂഡ് ഗൈസ്. ഇത് ഒരുപാട് നാളത്തെ ഒരു ഡ്രീം ഇന്ന് അച്ചീവ് ചെയ്യാൻ പോണേണ് ഗൈസ്. കയാക്ക് എങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചു പറയാം. അവന്മാര് എമർജൻസി ആയിട്ട് ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട് നമ്മളെ പിക്ക് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് കാണിച്ചു തരുന്നതാണ് ഗൈസ്. ലെറ്റ് മീ. കണ്ട മച്ചാനെ, കണ്ട അവിടെ ആ ഐലൻഡ് കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും. ഏതോ മൂഡ് ഇത് എങ്ങനെയും തുഴഞ്ഞേക്കാം. പക്ഷെ കാറ്റുണ്ടോ? കാറ്റ് ലെഫ്റ്റ് സൈഡിലോട്ടാണ് കാറ്റല്ലേ? ഇങ്ങോട്ടാ. അപ്പൊ കുഴപ്പം. ഇവിടെ ഒരുപാട് പേര് വെറുതെ ക്യൂ നിൽക്കാനാണ്. ബോട്ട് നമ്മൾ പോണ സ്ഥലത്തോട്ടല്ല, പക്ഷെ ഇവിടുത്തെ കേവ്സ് കാണാൻ വേണ്ടി തന്നെ. ഇത് കണ്ടോ, ഒരു ലോഡ് ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കിവിടെ സ്വന്തമായിട്ട് ബോട്ടുള്ളപ്പോ എന്തിനാണ് വെച്ചാൽ അല്ലേ, നമ്മള് സ്വന്തമായിട്ട് ബോട്ട് വിരിപ്പിച്ചെടുത്തിട്ട് ഇപ്പൊ പോവാണ് ഗൈസ്. വേറെ മൂഡ് അടി തന്നെ ഗൈസ്. അടിയോടടി. ഒന്നുകൂടെ അടിച്ചേ. അടി. ഓക്കെ. അത് ഷെറി ബ്രോ, ഏതാ മൂഡ്? ഇത് നമ്മള് കേവ് കാണാൻ പോണേ ഗൈസ്. പോണേരുമില്ലേ, ബോട്ടിൽ ചെറുതായിട്ട് വെള്ളം കയറുന്നുണ്ട്. അതൊന്ന് ചെക്കപ്പ് ചെയ്യട്ടെ. കുഴപ്പമൊന്നുമില്ല, സേഫാണ് വെച്ചാണ്. പോവാൻ പോണു ഗൈസ്. പോവാ, സെറ്റല്ലേ മച്ചാ? യെസ്. പോവാണ്. ഇടക്ക് മറ്റേ സ്കൂബ അടിച്ചു നോക്കണം, നമ്മള് സേഫ് ആണോന്ന് അറിയാലോ ഗൈസ്. അപ്പൊ we are going. ഞാൻ ക്യാമറമാനാണ്ടാ, മൊത്തം തൊഴിച്ചോടും. ഇല്ല, രക്ഷപ്പെടും. ഹായ്, ഹലോ. കേട്ട ഗൈസ്, നമ്മള് യാത്ര അയക്കാൻ വേണ്ടി ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വന്നേക്കണം മച്ചാരെ. ബോട്ടിലൊക്കെ വെള്ളം കയറി. അപ്പൊ സൈഡിൽ നിർത്തിയിട്ട് വെള്ളമൊക്കെ കമത്തി കളഞ്ഞിട്ട് ഒന്നുകൂടി പോകാൻ പോണേ. റെനോ, ലെറ്റ്സ് ഗോ. മച്ചാൻ വന്നുണ്ട് മച്ചാനെ. ആദ്യം വേണ്ടിയില്ലെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ഒറ്റക്കോട് തുറന്ന മച്ചാൻ കയറി വന്നു. അതാണ് ഗൈസ്, അതാണ് റെനോ. റിനോക്ക് കാരണം ചെറിയൊരു കുലുക്കൊക്കെ ഉള്ള കാരണം ചെറുതായിട്ടൊക്കെ ഛർദ്ദിക്കാൻ വരണം എന്ന് പറയണ്. പക്ഷെ ഞങ്ങളതൊക്കെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യണാണ് വരാൻ വേണ്ടി. ഞങ്ങളതൊക്കെ താടിക്കിടത്ത് അപ്പുറം എത്തുന്നതാണ് ഗൈസ്.
റീനോ എടാ പേടിയുണ്ടോ നിനക്ക്? എന്നിട്ടാണോടാ ഞാൻ നിന്റെ കൂടെ ഉൾക്കടൽ വരെ വന്നേ. അതാണ് മൂട്. പേടിയില്ല ഒന്നുമില്ല, വേറെ മൂട്ട വെച്ചാൽ എത്തിയടാ മച്ചാരെ. മഞ്ഞ മറ്റേ സാധനം ഉണ്ടാകും, തിരയൊക്കെ കൂടി തുടങ്ങി, പക്ഷെ കുറയും അല്ലേ അറിയണോ? എനിക്കറിയാൻ പാടില്ല. ആദ്യമായിട്ട് പോണേ മച്ചാൻ. ഒരു മച്ചാനെ കെട്ടി ഏത് മൂട് നമ്മളെ മുക്കാൻ നോക്കണ ഗൈസ്. അവൻ നമ്മളെ മുക്കിക്കൊല്ലാൻ നോക്കണ്ട. എന്ത് കഷ്ടമാണ് ഗൈസ്. ഒരു കണക്കിനാണ് പോണത്. അവൻ വെള്ളം തെറിപ്പിച്ചിട്ട് പോണ്ടോ? എന്താടാ എന്റെ മോനെ, മൊത്തം ഞാൻ തന്നെ തുഴയണേണ് ഗൈസ്. അവനിക്ക് കാലിന് കൈക്ക് ചെറിയൊരു വിഷയം, പക്ഷെ അതല്ലടാ അവന് മറ്റേ ഇത് വെള്ളം കളഞ്ഞു വിട്ടിരിക്കണേണ്. എനിക്കാവുമ്പോ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത് എന്റെ ഐഡിയ ആയി പോയി. വെള്ളം കളഞ്ഞ എക്സ്പീരിയൻസ് ഇല്ല, അതാണ്. അയ്യോ ഐലസ എലമ്മ ഐലസ മത്തി ഐല ഇടഞ്ഞെന്തേ നിന്നു പൊന്നെ, ഇടഞ്ഞെന്തേ പൂവും കണ്ണേ. എല്ലാരും ചൊല്ലും പൊല്ലപ്പാണെന്ന്, വെള്ളാരം കുന്നും മേലെ അതിനുള്ളിൽ കൊയ്യുന്നു കടലോളം കണ്ടിച്ചെന്ന നിറയും കനവിൻ നിറയും കയ്യിൽ ഐലമത്തി ചൂരകാര കളവകിരുതി കൂരി കരിമി വറ്റമാല ചാരി നിറങ്ങി കൈക്കൂറാനത്തോളി. ഇതാണ് കടലിലെ വെള്ളമൂട്. നമ്മളിതാ ഇനിയും കൊറേ ദൂരം തുഴയാനുണ്ട്. നമ്മൾ തുടങ്ങി പോയിട്ടാ ഇവിടെയാണ്. അവനോട് ഞാൻ അപ്പളേ പറഞ്ഞ എഞ്ചിൻ ബോട്ടിൽ പോവാ, എഞ്ചിൻ ബോട്ടിൽ പോവാ. അപ്പൊ എനിക്ക് പറ്റത്തില്ല. മൂടാണ്, കുറച്ചും കൂടി പോയി ഞങ്ങളെ മൂടുന്ന തോന്നണേ. വെള്ളം കയറി പട്ടാറോടക്കാനായിട്ട്. But never give up. അതെ, never give up. മച്ചാൻ തുഴയണേണ്. How is your experience, Rino? It's really amazing. Amazing. നമ്മുടെ ബോഡി ഗാർഡ്സ് ടീമൊക്കെ ഉണ്ടല്ലോ അവിടെ. Guys, ഞങ്ങള് തികച്ചും ദുരൂഹത നിറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അല്ലേ? അതെ, മുട്ടാണ് വേണ്ടത്. Guys, we are heading to that island. Yes, guys. Yeah. വളരെ ദുരൂഹത നിറഞ്ഞ. Yeah, guys. Camera. Yeah. എവിടെ? Where's that? Yeah. Guys, വളരെ ദുരൂഹത നിറഞ്ഞൊരു സ്ഥലമാണത്. നമുക്ക് അറിയില്ല അവിടെ എന്താണ് ഇതില്ലെന്ന്. ശരിക്ക് ഞാനും മാൾട്ടൻ എന്നിട്ട് 4 വർഷമായി. എനിക്ക് ഇതുവരെ അറിയില്ല. ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഐലാൻഡ് ജസ്റ്റ് കാണുന്നത് ഞങ്ങൾക്ക് അറിയില്ല അവിടെ എന്താണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചിലവർ പറയുന്നുണ്ട് അതൊരു ഗോസ്റ്റ് ഐലാൻഡ് ആണെന്ന് പറയുന്നുണ്ട്, ചിലവർ പറയുന്നുണ്ട് സ്നേക്സ് ആണെന്ന്. ബട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ശരിക്ക് പോകുന്നത് തന്നെ. ഇവനാണ് ഫുള്ള് തുഴയുന്നത്. ഇവന്റെ ധൈര്യത്തിലാണ് സത്യം പറഞ്ഞ ഞാൻ വന്നത്. ഇല്ല, ബട്ട് ഞങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യാൻ ഞങ്ങൾക്ക് വെള്ളം പോലും ഇല്ല. അവിടെ പെട്ടുപോയ മഴ പെയ്യണം, നമ്മൾ ഉപ്പുവെള്ളം കുടിക്കണം. അതെ. ഇപ്പം പണ്ട് മീൻകാരനായോണ്ട് പിന്നെ മീൻ പിടിച്ചു തരാറ് നിൽക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളത്തിൽ പോയാണെന്ന് ഉമ്മ. ഇവന്റെ പണ്ടത്തെ ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട്. പണ്ട് ഒരു ബോട്ട് പറഞ്ഞാൽ നമുക്ക് പിന്നെ പറഞ്ഞുതരാം. കോളേജിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കോളേജിലെ കുട്ടീനെ കൊറോണ സമയത്ത് കാണാനായിട്ട് മുട്ടിയപ്പോ ഞാൻ ബോട്ട് പിടിച്ചു പോയി. കാരണം റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു. സത്യമായിട്ട് പ്രൂഫ് ഉണ്ട്. ഇവനെന്നും കയാക്കിൽ കയറി കഴിഞ്ഞാൽ പറയുന്ന കഥയാണിത്. അത് പക്ഷെ മോട്ടോർ ബോട്ടായിരുന്നു. അതെ, ഒരു കാലം. റീനുവിന്റെ ലവ് സ്റ്റോറി പറഞ്ഞ ഇന്നൊന്നും തീരൂല. ചതിച്ചു ഗൈസ്, എല്ലാവരും എന്നെ ചതിച്ചു. വി ആർ ഓൾമോസ്റ്റ് എന്ന് പറയാനായിട്ടില്ല. ഒരു കാസനോവ കഥയുണ്ട്. എന്റെ
നമ്മളെത്തിയിട്ടില്ല. വയ്യ സത്യമായിട്ടും റെക്കോർഡുണ്ട്. ഞങ്ങള് ഏകദേശം കടലിന്റെ നടുക്കടലല്ല, എന്നാലും ഒരു കാഭാഗമൊക്കെ ഞങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കാൽഭാഗം കഴിഞ്ഞു. കൈ കളിക്കണ ഗൈസ്. റെനോക്ക് കൈമാറി. പക്ഷെ റെനോ കയാക്കിങ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ തുടങ്ങേണ്ടി വരും. അയ്യോ, പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ വെച്ചാൽ പഠിക്കണല്ലേ. അയ്യോ, എന്നെ കടലിൽ നടുക്കിട്ടതും മൊത്തം എന്നെ കൊണ്ട് തുടങ്ങി. അയ്യോ അതന്നെ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും കൊള്ളാം. കേട്ടാ, ഞാൻ അഡർ അടിച്ചുതരാം. എന്ത് മൂടല്ലേ. നമ്മളിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ഡോൾഫിനെ കാണുന്നാണ് പറയുന്നത്. അതെ, ഷാർക്ക് ഉണ്ടാവാണ്ടിരുന്നാ മതിയായിരുന്നു. ഡോൾഫിനെ കാണാം, തിമിംഗലത്തിനെ കാണാമല്ലേ. എന്റെ അമ്മ, മൗറീഷ്യസിലുണ്ടെന്ന് പറയണ തിമിംഗലം. മറ്റേ അഫീദ ഷെറിൻ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവള് തിമിംഗലത്തിനെ കാണാൻ പോയിട്ട് ഒരെണ്ണത്തിനെ കാണാൻ പോയിട്ട് 12-13 കണ്ടിട്ട് വന്നു. അവള് ഭയങ്കര സന്തോഷം. എന്ത് രസമാണ് അവളുടെ വീഡിയോ. അഫീദ ഷെറിൻ, സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ യു ആർ. എന്തൊരു വൈബാണ് നിങ്ങള്. പിഴിഞ്ഞോണ്ടിരിക്കണേ ഗൈസ് വെള്ളം കയറിയിട്ട്. റീനോ എത്ര പ്രാവശ്യം പിഴിച്ചടാ? വെള്ളം തീർന്നില്ല ഗൈസ്. ഞാനാണെങ്കിൽ തുഴഞ്ഞുകൊണ്ടേയിരിക്കണ്. കഷ്ടപ്പാടാണെങ്കിലും ഐലൻഡിലെത്തുമ്പോ അത് കാണുമ്പോ, അത് എക്സ്പ്ലോർ ചെയ്യുമ്പോ, ആദ്യമായിട്ട് മാൾട്ടയിലും പോകുന്നതാണ് ഗൈസ് ഞാനും പ്രണവും. ഒരു കാറ്റായി മഴയായി ആഹാ, കടലിന് നടുക്ക് പാടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഗൈസ് ഫ്രം റെനോഷ്. ഒരു പാട്ടായി. എന്റെ തൊണ്ടയൊക്കെ പോയി ഗൈസ്. വെച്ചാൻ പാടുന്ന വെച്ചാ ആശാനെ ഇത് അതെ തൊഴയട്ടെ ഗൈസ്. പാട്ട് വീട് പാടാം, അവിടെ എത്തിയിട്ട് പാടും. റിനോനെ ഞാൻ തുഴയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് റോയിങ് മെഷീനിൽ ചെയ്തിട്ടുള്ള ഓർമ്മയുണ്ടോ? റിനോ ജിമ്മി പോയപ്പോ പട ഒരു 50 കണ്ടിന്യൂസ് ചെയ്യുന്നു. ഞാനിപ്പോ അയ്യോ എന്റെ തല ഗൈസ്. റെനോ തുഴഞ്ഞതിന്റെ ദേഷ്യം തലക്കിട്ട് അടിച്ചു ഗൈസ്. അയ്യോ, അപ്പൊ ഞങ്ങള് തുഴഞ്ഞ് മറ്റേ റോയിങ് മെഷീനിലൊക്കെ പ്രാക്ടീസ് നേരത്തെ കൊടുത്തതിന്റെ ഗുണം കണ്ട ഗൈസ്. ടെക്നിക്കും കൂടി പഠിച്ചപ്പോ സാധനം നീങ്ങണ്ട്. യെസ് റെനോ കം ഓൺ, ഈസി മച്ചാ ഈസി. അയ്യോ, ഞങ്ങക്ക് മറ്റേ അത്ഭുതദ്വീപ് സിനിമയുടെ ഓർമ്മയുണ്ട്. ആ ഇലിന്റെ അടുമ്പോ അവിടെ കേട്ടാ പകുതിയോളം കഴിച്ചിട്ടോ. ഇനി അധികമില്ല, ഇപ്പൊ തന്നെ എത്തും ഗൈസ്. കടിച്ചു തരുന്നതാണ്. അയ്യോ ടയേർഡ് മച്ചാ, ടയേർഡ്. ഒറ്റക്കെങ്ങനെ മന്ദിരത്തിൽ മിണ്ടിയും പറഞ്ഞിരിക്കാൻ പോലെ ആരും ഉണ്ടാവില്ലായിരുന്നു. ആരെങ്കിലും ഉണ്ടല്ലോ. ചിലപ്പോ ഐലൻഡിൽ പോകുമ്പോ പ്രൈവറ്റ് പാർട്ടികളൊക്കെ ഉണ്ടാവും ഗൈസ്. അങ്ങനെയാണെങ്കിൽ 2 പെൺപിള്ളേരൊക്കെ സെറ്റ് ചെയ്ത് നമ്മളവിടെ ഇപ്പൊ ഉണ്ടാവണ്ട. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരുവോളെ. അല്ലേ റേനോ? അല്ല പിന്നെ ഈസി ഈസി ഗൈസ്. വെള്ളം കയറി കളയണം മൊത്തം. പാവം തുഴയുടെ താങ്ക് യു പറയണോ. കപ്പ് പോലും ഇല്ലാത്തോണ്ടേ എങ്ങനെ കളയാ. പണിപ്പാളിന്ന് തോന്നുന്നു. നമ്മുടെ ടോർച്ചിൽ കണ്ടിട്ട് ഒരു പോലീസിന്റെ ഷിപ്പ് തന്നെ ഉണ്ട് ഗൈസ്. ചിലപ്പോ നമ്മൾ അതിലിട്ടിട്ട് പോവും. ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ ഹെൽപ്പ് വേണമെന്ന് പറയാം.
എന്റെ മോനെ എടുപ്പിക്കോ? വളരെ കഷ്ടമായി, സങ്കടമായി പോയി. ഞങ്ങള് പോലീസ് പിടിച്ച് ഗൈസ്, ഞങ്ങളവിടെ അതെ. പക്ഷെ അവസാനം പോയിപ്പെട്ട് ഇതണ്ട പോലീസിന്റെ ബോട്ട് വന്ന് ഞങ്ങളെ പൊക്കി ഗൈസ്. ഒരു കണക്കിന് നന്നായി അവിടെ എത്തിയാത്തിന്റെ കോസ്റ്റ് ഗാർഡ് വന്ന് ഞങ്ങളെ പൊക്കി ഗൈസ്. കാരണം അപ്പുറം ലിബിയ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ബോർഡറിന്റെ ഏതോ ചെക്കിംഗ് ഒക്കെ ആയിട്ട് ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ട് നമ്മളിവിടെ പൊക്കാൻ വന്നു ഗൈസ്. എന്റെ മോനെ, ഞങ്ങളിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. നിലവിൽ ഞങ്ങളുടെ കാർഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്താലാണ് ഞങ്ങളെ നൈസിന് വീഡിയോ എടുക്കണേ. അപ്പൊ എന്താ പാപ്പ ചെയ്യാ? സോറി പച്ച, അവനെയും കൊണ്ടുവന്ന് ഞാൻ പെടത്തി. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. തൊഴഞ്ഞു കഴിഞ്ഞ് ഉപ്പാട് വന്നാലും കുഴപ്പമില്ല. ഇതുണ്ടോ ഇങ്ങോട്ട് വാ ഏത് മൂട് വെച്ചാനെ. അങ്ങനെ കോസ്റ്റ് ഗാർഡ് വന്ന് നമ്മളെ പൊക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണേണ്. ഇനി എന്താ അവസ്ഥയെന്ന് അറിയില്ല. റിനോ ആകെ ടെൻസ്ഡ് ആണ്. എനിക്ക് പിന്നെ കിളിയില്ലാത്തതുകൊണ്ട് ടെൻസ്ഡ് ആവാനുള്ള ബുദ്ധി ഇല്ലല്ലോ. അപ്പൊ ബാക്കി എന്നോടത്ത് ചോക്കാം. എന്തായാലും നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പല് ഗൈസ്. അവര് ശരിക്കും നോക്കി. അവര് കുറച്ചു നേരം ഞങ്ങളുടെ അപ്പുറത്ത് നിന്ന് നോക്കി. ഞങ്ങള് ലിബിയ ബോർഡർ കാണാൻ പോണ് അതോ മാൾട്ടന്റെ ബോർഡർ കാണാൻ പോണെന്ന് അവർ കുറച്ചു നേരം നോക്കി. അപ്പൊ ഞങ്ങള് തുഴഞ്ഞു പോണത് മറ്റേ ഐലൻഡ് തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവര് കുഴപ്പമില്ലാണ്ട് നമ്മളവര് കൊണ്ടുപോയത്. എന്താ ഈ ലെവലിലല്ല പെരുമാറവര്. അതെ അല്ലെങ്കിൽ ഇടങ്ങറാവും. പിന്നെ ഇപ്പൊ എന്താ പറയാ, കൊറേ എന്തായാലും തൃപ്തിയായി. നമ്മള് മാക്സിമം ട്രൈ ചെയ്ത്. ഇത് വലിയൊരു സ്വപ്നമായിരുന്നു ഒരുപാട് കാലത്ത് ആ ഒരു സ്ഥലത്തോട്ട് അവിടെ പോകണമെന്ന്. പക്ഷെ പോലീസ് എന്തോരം ദൂരം ഞങ്ങൾ ഇത്രയും ദൂരം വരെ എത്തി ഗൈസ്. തൊഴിഞ്ഞ് ഒരുപാട് ദൂരം തൊഴിഞ്ഞ്. എന്താ പറയാ, കപ്പലിനെത്താൻ പറ്റുള്ള എത്ര ദൂരമാണ് ഇനി എത്ര ദൂരം? എന്തായാലും തിരിച്ചൊരു യാത്രാ സഹായം പോലെ കിട്ടി. ഭാഗ്യം. വേറെ എപ്പോഴെങ്കിലും ഈ ഐലൻഡിന് വേണ്ടി വരുന്നതാണ്.
ഗൈസ്. നമ്മള് ഡീറ്റെയിൽ ചെയ്ത് ചെയ്യുന്ന ഗൈസ്. എന്താ ദൂരം അല്ലേ? അങ്ങനെ യാത്ര ഏകദേശം അവസാനിക്കാറായി. ഈ ഇത്ര സ്പീഡിൽ ഈ നേവി ബോട്ട് പോയിട്ട് വരും നമ്മള്. അരമണിക്കൂറിനുള്ളിൽ എത്തട്ടാണ് ഗൈസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ പൊക്കി. ഇനിയിപ്പോൾ അടുത്ത നടപടികൾ എന്താണെന്ന് കരയിലെത്തിയിട്ടേ പറയുള്ളൂ ബാക്കി.